എഡ്ഗർ അലൻ പോ എഴുതി 1843 പബ്ലിഷ് ചെയ്യപ്പെട്ടൊരു ഷോർട്ട് സ്റ്റോറിയാണ് ടെൽ ടെയിൽ ഹാർട്ട്. ഗോതിക് ഫിക്ഷൻ ജോൺറയിൽ ഒരു ക്ലാസിക് ആയിട്ടാണ് ഈ ഷോർട്ട് സ്റ്റോറിയെ കണക്കാക്കുന്നത്. അമേരിക്കൻ റൈറ്ററായ എഡ്ഗർ അലൻ പോ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ ഉപയോഗിച്ചിട്ടുള്ള മിസ്റ്ററി, അതായത് നിഗൂഢത, സസ്പെൻസ്, ഹൊറർ തുടങ്ങിയ എലമെൻറ്റ്സ് വഴി ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ്. ഒപ്പം ഡിറ്റക്റ്റീവ് ഫാൻറ്റസിയെ ഇൻവെൻറ്റ് ചെയ്തതും പിന്നീട് പോപ്പുലറൈസ് ആക്കിയതുമെല്ലാം ഈ റൈറ്ററാണ്. കൂടാതെ അദ്ദേഹം ഒരു സയൻസ് ലവറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ നമുക്ക് സൈക്കോ അനാലിറ്റിക് തിങ്സ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ടെൽ ടെയിൽ ഹാർട്ടും. കാരണം ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ ശാരീരികമായ അവസ്ഥ, ഫിസിക്കൽ എക്സ്പ്രഷൻ എന്നതിലുപരി അവരുടെ മാനസികമായ അവസ്ഥ, മെൻ്റൽ ആഗണി, അവർ കടന്നു പോകുന്ന അവരുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ഭയം, കുറ്റബോധം തുടങ്ങി അവർ അനുഭവിക്കുന്ന അവർ തരണം ചെയ്യുന്ന മാനസികമായ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയുമാണ് ഇതിൽ എഴുത്തുകാരൻ, അതായത് എഡ്ഗർ അലൻ പോ, കൂടുതൽ തുറന്നു കാട്ടാനായി ശ്രമിച്ചിട്ടുള്ളത്. ഈ ഷോർട്ട് സ്റ്റോറിയുടെ തുടക്കത്തിൽ പ്രധാനമായും 2 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് നറേറ്ററായ അറ്റൻഡർ, 2 ഈ അറ്റൻഡർ പരിചരിക്കുന്ന ഓൾഡ് മാൻ. അറ്റൻഡർ ഒരു സ്മാർട്ടാണ്, കണ്ണിങ് ആണ്, ഒപ്പം ഓവർ കോൺഫിഡൻ്റ് ആണ്. കൂടാതെ അദ്ദേഹം സ്വയം താൻ വലിയ ഇൻ്റലിജൻ്റ് ആണെന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. ഈ അറ്റൻഡർ ചെയ്യുന്ന ഒരു ക്രൈമും പിന്നീട് ആ ക്രൈം വഴി അയാൾ അനുഭവിക്കേണ്ടി വരുന്ന പണിഷ്മെൻറ്റ്സും അയാളുടെ കുറ്റബോധവും പിന്നീട് അയാൾ നടത്തുന്ന കൺഫെഷനും ഒക്കെയാണ് ഈ ഷോർട്ട് സ്റ്റോറിയുടെ പ്ലോട്ട്. ഷോർട്ട് സ്റ്റോറിയിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ True. Nervous, very, very dreadfully nervous I had been and I am. But why will you say that I am mad? The disease had sharpened my senses, not destroyed, not dulled them. Above all was the sense of hearing acute. I heard all things in the heaven and in the earth. I heard many things in hell. How then am I mad? Hearken and observe how healthily, how calmly I can tell you the whole story. അപ്പോൾ വളരെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അറ്റൻഡറായ നറേറ്റർ അദ്ദേഹം ചെയ്ത എന്തോ ഒരു കാര്യം, പ്രവൃത്തിയെ അയാൾ ന്യായീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അയാൾ ചെയ്ത പ്രവൃത്തി കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അയാൾ ഭ്രാന്തനാണെന്ന് കരുതാൻ പറ്റും. പക്ഷെ അയാൾ പറയുന്നു അയാൾ വയസ്സാണ്, ഇൻ്റലിജൻ്റ് ആണ്, അയാളെ ഇറിറ്റേറ്റ് ചെയ്ത് എന്തൊരു വസ്തുവിനെ ഇല്ലാതാക്കി, അതും അയാൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ഇല്ലാതാക്കിയത് എന്ന് അയാൾ പ്രസ്താവിക്കുന്നുണ്ട്. സോ അയാൾ വളരെ സ്മാർട്ടാണ്, കണ്ണിങ് ആണ്. ഒപ്പം അയാളുടെ വാക്കുകളിൽ നിന്ന്, അയാളുടെ ചിന്താഗതിയിൽ നിന്ന് അയാൾ ഓവർ കോൺഫിഡൻ്റ് ആണെന്നും സ്വയം ഇൻ്റലിജൻ്റ് ആണ്, വയസ്സാണ് എന്നൊക്കെ തിങ്ക് ചെയ്യുന്ന ഗണത്തിൽപ്പെടുന്ന ആളാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അയാൾ ചെയ്തതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചാൽ മതി. അയാളുടെ മോട്ടീവ് എന്തായിരുന്നു, അയാൾ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു എന്ന്. It is impossible to say how first the idea entered my brain. But once conceived, it haunted me day and night. Object there was none, passion there was none. I loved the old man. He had never wronged me, he had never given me insult. For his gold I had no desire. I think it was his eye. Yes, it was this. One of his eyes resembled that of a vulture, a pale blue eye with film over it. Whenever it fell upon me, my blood ran cold. And so by degrees, very gradually, I made up my mind to take the life of the old man and thus rid myself of the eye forever. അപ്പോൾ അയാളുടെ മോട്ടീവ് എന്തായാലും നമുക്ക് വേഗം മനസ്സിലാക്കാം ഈ പാരഗ്രാഫിൽ നിന്ന്. അതായത് ഓൾഡ് മാന് അറ്റൻഡറോടുള്ള സമീപനം എന്നും സ്വാഗതാർഹമായിരുന്നു. ഒരു രീതിയിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ പ്രകോപനപരമായോ ഉപദ്രവകരമായോ ഒരു സമീപനവും ഓൾഡ് മാൻ അയാളെ പരിചരിച്ചു കൊണ്ടിരുന്ന നറേറ്ററായ ഈ അറ്റൻഡറോട് കാണിച്ചിരുന്നില്ല. ഒരിക്കലും ഡിസ്റെസ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ക്ലാസിൻ്റെയോ കാസ്റ്റിൻ്റെയോ വെൽത്തിൻ്റെയോ പേരിൽ ഡിസ്റ്റിൻറ്റ് ചെയ്തിരുന്നില്ല. എപ്പോഴും നൈസായിരുന്നു, ഫ്ലെക്സിബിൾ ആയിരുന്നു, റെസ്പെക്റ്റബിൾ ആയിരുന്നു. ഒരിക്കലും കമാൻഡ് ചെയ്യുകയോ ഡിമാൻഡ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല. അതേപോലെ തന്നെ ഈ അറ്റൻഡർക്ക് ഓൾഡ് മാൻ്റെ സ്വത്തോ സമ്പത്തോ സ്വർണമോ ഒന്നും ആഗ്രഹമുണ്ടായിരുന്നില്ല. ഒരു രീതിയിലും അദ്ദേഹത്തെ തട്ടിച്ചെടുക്കാനോ അദ്ദേഹത്തിൻ്റെ സ്വത്തോ സമ്പത്തോ കണ്ടിട്ട് അതിൽ കൊതിമൂത്തിട്ട് ഒന്നുമല്ല അറ്റൻഡർ
ഈ ഓൾഡ് മാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഓൾഡ് മാൻ്റെ ഒരു കണ്ണ് അതൊരു വൾച്ചർ പോലെയാണ്, ഒരു ഈവിൾ ഐ ആയിട്ടാണ് അറ്റൻഡർക്ക് തോന്നുന്നത്. ആ കണ്ണുകൾ കാണുമ്പോൾ ഒരു കഴുകനെ അറ്റൻഡർക്ക് തോന്നും. ആ ഒരു കാഴ്ച, അതായത് ആ ഓൾഡ് മാൻ അറ്റൻഡറെ നോക്കുമ്പോൾ ആ കണ്ണ് ഒരു വൾച്ചർ പോലെ, ഒരു കഴുകനെ പോലെ കാണുന്ന ഒരു കാഴ്ച അറ്റൻഡറെ വല്ലാതെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നു, ഇറിറ്റേറ്റ് ചെയ്യുന്നു, ഡിസ്റ്റർബ് ചെയ്യുന്നു. അങ്ങനെ ആ കണ്ണിൽ നിന്ന്, ആ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ആ ഓൾഡ് മാനെ തന്നെ കൊല്ലാൻ അറ്റൻഡർ തീരുമാനിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ അറ്റൻഡർ ഒരു നോർമലായ മനുഷ്യനല്ല എന്ന്. അയാളുടെ മാനസികാവസ്ഥ നോർമലായ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയല്ല. പക്ഷേ ഏത് ഭ്രാന്തുള്ള ഒരാളും താൻ സ്വയം ഭ്രാന്തനാണെന്ന് സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഈ അറ്റൻഡറും താൻ സ്വയം അബ്നോർമലാണെന്ന് ചിന്തിക്കുന്നില്ല. പകരം താൻ വൈസാണ്, ഇൻ്റലിജൻ്റാണ്, ഒത്തിരി കറേജസ് ആണെന്നൊക്കെ സ്വയം ചിന്തിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ വൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മെറ്റാഫറിക്കലി അല്ലെങ്കിൽ സിംബോളിക്കലി കണക്ട് ചെയ്യാൻ പറ്റും. അതായത് വൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക്, കഴുകൻ എന്ന് പറയുമ്പോൾ മരിച്ച ശവങ്ങൾ തിന്നാൻ വരുന്ന കഴുകൻ എന്ന രീതിയിൽ നമുക്കൊരു ഡെഡ് സൊസൈറ്റി ആയിട്ട്, അതായത് ഒരു മൊറാലിറ്റിയും ഒരു എത്തിക്സും ഇല്ലാത്ത ഒരു ഡെഡ് സൊസൈറ്റി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഐസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സമൂഹത്തിൻ്റെ ലിമിറ്റഡായ, നാരോ ആയ, വിശാലമല്ലാത്ത വിഷനായി, കാഴ്ചപ്പാടായി, ബിഹേവിയറായി, തീരുമാനങ്ങളായി കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും അറ്റൻഡർ ഒരിക്കലും ഓൾഡ് മാൻ്റെ ഹൃദയമോ അയാളുടെ മൈൻഡോ അയാളുടെ ഇന്നർ ബ്യൂട്ടീസ്, ഇന്നർ ക്വാളിറ്റീസ് കൺസിഡർ ചെയ്യുന്നില്ല. ആകെ ചിന്തിക്കുന്നത് അയാളുടെ വൾച്ചർ, കഴുകനെ പോലുള്ള ആ കണ്ണുകളെ മാത്രമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതൊരു വൺ ഡിറക്ഷനാണ്. സോ നമുക്കത് നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടായി ചിത്രീകരിക്കാം. അതായത് ഒരു മനുഷ്യൻ്റെ ഇന്നർ ക്വാളിറ്റീസ് നോക്കാതെ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് മാത്രം ജഡ്ജ് ചെയ്യുന്ന ഒരു സമൂഹമായി നമുക്ക് വേണമെങ്കിൽ സിംബോളിക്കലി ഒരു മെറ്റഫോറിക്കലി അത് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഷോർട്ട് സ്റ്റോറിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, "Now this is the point. You fancy me mad. Madmen know nothing. But you should have seen me. You should have seen how wisely I proceeded, with what caution, with what foresight, with what dissimulation I went to work. I was never kinder to the old man than during the whole week before I killed him. And every night, about midnight, I turned the latch of his door and opened it. Oh, so gently. And then, when I had made an opening sufficient for my head, I put in a dark lantern, all closed, so that no light shone out, and then I thrust in my head. Oh, you would have laughed to see how cunningly I thrust it in. I moved it slowly, very, very slowly, so that I might not disturb the old man's sleep. It took me an hour to place my whole head within the opening so far that I could see him as he lay upon his bed. Ha! Would a madman have been so wise as this? And then, when my head was well in the room, I undid the lantern cautiously, oh, so cautiously. I undid it just so much that a single thin ray fell upon the vulture eye. And this I did for 7 long nights, every night just at midnight, but I found the eye always closed. And so it was impossible to do the work, for it was not the old man who vexed me, but his evil eye. And every morning when the day broke, I went boldly into the chamber and spoke courageously to him, calling him by name in a hearty tone and inquiring how he had passed the night. So you see, he would have been a very profound old man indeed to suspect that every night, just at 12, I looked in upon him while he slept." അതായത് എല്ലാ രാത്രിയിലും ഏറെക്കുറെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ, പാതിരാത്രിയാകുമ്പോൾ അറ്റൻഡർ ഈ ഓൾഡ് മാനെ കൊല്ലാനായിട്ട് കയ്യിലൊരു ലാൻറ്റേൺ, ഒരു വിളക്കുമായി ഓൾഡ് മാൻ കിടക്കുന്ന റൂമിൻ്റെ അരികിലേക്ക് പോകും. മൊത്തം ഇരുട്ടാണ്, ചുറ്റും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പതിയെ ആ ഓൾഡ് മാൻ കിടക്കുന്ന വാതിൽ വളരെ നിശബ്ദമായി, വളരെ സൂക്ഷ്മമായി, ആരും അറിയാതെ പതുക്കെ തുറക്കും. അധികം ശബ്ദമൊന്നും കേൾപ്പിക്കാതെ തുറക്കും.
തുറക്കുമ്പോൾ ഈ 7 ദിവസം അയാൾ ഇങ്ങനെ ചെയ്തു. പക്ഷേ ഈ 7 ദിവസം അയാൾ തുറക്കുമ്പോൾ കാണുന്നത് ഓൾഡ് മാൻ കണ്ണുപൂട്ടി ഉറങ്ങുന്നതാണ്. സോ ആ ഓൾഡ് മാൻ്റെ ഇദ്ദേഹം പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അറ്റൻഡർ പറയുന്ന പോലെ ആ വൾച്ചറായി അറ്റൻഡർ കാണുന്നില്ല. കാരണം പതിയെ ഈ വാതിൽ തുറന്ന് അയാളുടെ കയ്യിലുള്ള ആ ലാൻറ്റേൺ ഇരുട്ട് ആക്കിയിട്ടാണ്, അതായത് തെളിക്കാതെയാണ് അയാൾ ഇങ്ങോട്ട് കയറി വരുന്നത്. കാരണം ഇരുട്ടാണ്, വേഗം സൂക്ഷ്മമായി ചെയ്യണം, നിശബ്ദമായി ചെയ്യണം. വാതിൽ പതുക്കെ തുറന്നിട്ട് പതിയെ ഈ തിരി തെളിക്കുമ്പോൾ തിരിയുടെ ചെറിയ റേ വന്നിട്ട് ഓൾഡ് മാൻ എന്താ ചെയ്യുന്നതെന്ന് ഈ അറ്റൻഡർ മനസ്സിലാക്കും. അങ്ങനെ അറ്റൻഡർ നോക്കുമ്പോൾ 7 ദിവസം നോക്കിയപ്പോഴും ഓൾഡ് മാൻ ഉറങ്ങുന്നതായിട്ട് തന്നെ കാണും. അപ്പം തിരി താഴ്ത്തി ഇയാൾ തിരികെ പോകും. കാരണം ഓൾഡ് മാനെ കൊല്ലണമെന്നല്ല ഉദ്ദേശം, ആ ഓൾഡ് മാൻ്റെ കണ്ണ് കണ്ട് ആ പ്രകോപനത്തിൽ അയാളെ കൊല്ലണമെന്നാണ് ഇയാളുടെ ഉദ്ദേശം. അപ്പം ഈ 7 രാത്രിയും ഇയാളിത് ചെയ്തു. എല്ലാ 7 രാത്രിയും പാതിരാത്രി ഒരു 12 ആകുമ്പം ഓൾഡ് മാൻ കിടക്കുന്ന മുറീൻ്റെ അരികെ പോയി പതിയെ ലാൻഡേൺ തെളിച്ച് നോക്കും. ഓൾഡ് മാൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തുന്നു. ഓൾഡ് മാൻ്റെ കണ്ണ് കാണുന്നില്ല. അങ്ങനെ 7 ദിവസം ഇയാളിത് തുടർന്നു. ഈ 7 ദിവസം പുലർച്ചെയാകുമ്പം ഇയാൾ സാധാരണ രീതിയിൽ ഓൾഡ് മാൻ്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് ഇന്നലത്തെ രാത്രിയിൽ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ സുഖം അന്വേഷിക്കുന്നു. എന്നിട്ട് തിരിച്ചു വരുന്നു. ആർക്കും ഒരു സംശയമില്ല. അങ്ങനെ 7 രാത്രികൾ കടന്നുപോയി. അങ്ങനെ 8ാമത്തെ രാത്രി വന്നു. പിന്നീട് 8ാമത്തെ രാത്രിയിൽ upon the 8th night I was more than usually cautious in opening the door. A ward's minute hand moves more quickly than did mine. Never before that night had I felt the extent of my own powers, of my sagacity. I could scarcely contain my feelings of triumph. To think that I was opening the door little by little, and he not even to dream of my secret deeds or thoughts. I fairly chuckled at the idea, and perhaps he heard me, for he moved on the bed suddenly, as if startled. Now you may think that I drew back, but no. His room was as black as pitch with a thick darkness, and so I knew that he could not see the opening of the door, and I kept pushing it on, steadily. I had my head in, and was about to open the lantern, with my thumb slipped upon the tin fastening, and the old man sprang up in the bed, crying out, "Who's there?" I kept quite still and said nothing. For a whole hour I did not move a muscle, and in the meantime I did not hear him lie down. He was still sitting up on the bed listening, just as I have done night after night, hearkening to the dead watches in the wall. അപ്പോൾ ഈ 8ാമത്തെ രാത്രി ഇയാളിവിടെ എത്തിയപ്പോൾ വളരെ സൂക്ഷ്മമായി നിശബ്ദമായാണ് അയാൾ ചെയ്തത്. വാച്ചിൻ്റെ മിനിറ്റ്സ് ഹാൻഡ് പോലും പോകുന്ന രീതിയിൽ അത്രയും സൂക്ഷ്മമായാണ് അയാൾ വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ എന്തോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് ആ ഓൾഡ് മാൻ എണീക്കുന്നു, കട്ടിലേൽ കയറിയിരിക്കുന്നു. എന്നിട്ട് ആ ശബ്ദം കേട്ടിട്ട് ആരാണ് ഇവിടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ടപാടെ അറ്റൻഡർ വീണ്ടും കുറച്ചുകൂടെ സൂക്ഷ്മമായൊരു മസിൽ പോലും അനക്കാതെ അത്രയും നിശബ്ദമായി അവിടെ ഒതുങ്ങി നിൽക്കുന്നു. കാരണം റൂം മൊത്തം ഇരുട്ടാണ്. അതുകൊണ്ട് പുറത്താരം നിൽക്കുന്നതെന്ന് ഓൾഡ് മാന് കാണാൻ സാധിക്കില്ല എന്ന് അറ്റൻഡർക്കറിയാം. ഒപ്പം അറ്റൻഡറിൻ്റെ ഉള്ളിൽ ഇത്തരം ചിന്താഗതികളുണ്ട് എന്ന് ഒരിക്കലും ഓൾഡ് മാന് മനസ്സിലാവില്ല എന്നും അറ്റൻഡറിന് നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ അറ്റൻഡർ അവിടെ കഴിഞ്ഞുകൂടുന്നു, അവിടെ നിൽക്കുന്നു. 1 മണിക്കൂറോളം അവിടെ നിൽക്കുന്നു. അതിനുശേഷം നമുക്ക് അറ്റൻഡറിൻ്റെ ഉള്ളിലൊരു ടെറിഫിക് ആയിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് presently I heard a slight groan, and I knew it was the groan of mortal terror. It was not a groan of pain or of grief. Oh no, it was the low stifled sound that arises from the bottom of the soul when overcharged with awe. I knew the sound well. Many a night just at midnight, when all the world slept, it was welled up from my own bosom, deepening with its dreadful echo the terrors that distracted me. അപ്പോൾ അയാളുടെ ഒരു ഉള്ളിൽ കേൾക്കുന്ന ഒരു രോദനങ്ങൾ, ഒരു ശബ്ദം, അതായത് ഒരു അബ്നോർമലായ മനുഷ്യൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ പ്രവൃത്തി ചെയ്യാൻ ആവുന്ന സമയത്ത് ആ രാത്രികളിൽ അയാൾ കേൾക്കാൻ സാധ്യതയുള്ള അയാളുടെ ഇന്നർ സൗണ്ട്സ്, ഇന്നർ ഫീലിങ്സൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം ഈ പാരഗ്രാഫിൽ നമുക്ക് കാണാം ഓൾഡ് മാൻ ചിലപ്പോൾ ആ ശബ്ദം ചിമ്മിനിയിൽ കാറ്റ് വീശിയപ്പോൾ ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ നിലത്തുകൂടി ഒരു എലിക്കുഞ്ഞ് പാസ് ചെയ്തപ്പോൾ ഉണ്ടായതായിരിക്കാം എന്നൊക്കെ ചിലപ്പം ഓൾഡ് മാൻ ചിന്തിക്കുന്നുണ്ടാവുമെന്ന് അറ്റൻഡർ ചിന്തിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഈ പാരഗ്രാഫിൽ കാണാൻ സാധിക്കും. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഓൾഡ് മാൻ കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ ഓൾഡ് മാൻ എപ്പോഴും ആ കട്ടിലേ തന്നെ ഇരിക്കുകയാണ്. ഇത്രയും നേരമായിട്ടും ആ കട്ടിലയിൽ നിന്ന്
ചാരിക്കിടക്കുന്ന ശബ്ദം അല്ലെങ്കിൽ ആ ഇരിപ്പിൽ നിന്ന് ആ പൊസിഷൻ മാറ്റുമ്പോൾ കേൾക്കാൻ സാധ്യതയുള്ള ശബ്ദം ഇതുവരെയും അറ്റൻഡർ കേട്ടിട്ടില്ല. അപ്പോൾ വളരെ പേഷ്യൻ്റായിട്ട് കുറേ നേരം അയാൾ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അയാൾ ചെറുതായിട്ട് ആ ലാൻറ്റേണിൽ നിന്ന് വെളിച്ചം വളരെ തിന്നായിട്ട് ഒരു അയാളുടെ സ്പൈഡറിൻ്റെ കൂട് ഒരുക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെ വളരെ ത്രെഡ് പോലെ നൂല് പോലെ അത്രയും തിന്നായിട്ട് അത്രയും ശുഷ്കിച്ചൊരു വെട്ടം തെളിയിക്കാനും അങ്ങനെ ഓൾഡ് മാൻ എന്താ ചെയ്യുന്നതെന്ന് കാണാനുമായിട്ട് ഇയാൾ തീരുമാനിക്കുന്നു. അറ്റൻഡർ അങ്ങനെ ചെറുതായിട്ടൊരു തിരി തെളിക്കാമെന്നൊക്കെ കരുതുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓൾഡ് മാൻ്റെ ഭയപ്പാടുള്ളൊരു ഹാർട്ട് ബീറ്റ്, അയാളുടെ നെഞ്ചി ഇടിക്കുന്ന ശബ്ദം ഇയാളുടെ അറ്റൻഡറുടെ ചെവിയിൽ കേൾക്കാൻ സാധിക്കുന്നു. But even as I refrained and kept still, I scarcely breathed. I held the lantern motionless. I tried how steadily I could maintain the ray upon the eye. Meantime, the hellish statue of the heart increased. It grew quicker and louder every instant. The old man's terror must have been extreme. It grew louder, I say, louder every moment. Do you mark me well? I have told you that I am nervous, so I am. And now, at the dead hour of the night, amid the dreadful silence of that old house, so strange a noise as this excited me to uncontrollable terror. Yet, for some minutes longer I refrained and stood still, but the beating grew louder. I thought the heart must burst. And now a new anxiety seized me. The sound would be heard by a neighbor. The old man's hour had come. With a loud yell, I threw upon the lantern and leaped into the room. He shrieked once only. In an instant, I dragged him to the floor and pulled the heavy bed over him. I then smiled gaily to find the deed so far done. But for many minutes, the heart beat on with a muffled sound. This, however, did not vex me. It would not hurt through the wall. At length it ceased. The old man was dead. I removed the bed and examined the corpse. Yes, he was stunted. I placed my hand upon the heart and held it there many minutes. There was no pulsation. He was stunted. His eye would trouble me no more. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട്, ആ ഹാർട്ട് ബീറ്റ് കേട്ടിട്ട്, അതായത് ഇയാൾ പതുക്കെ ലാൻറ്റേണിന് തിരി തെളിയും തോറും ഈ ഓൾഡ് മാന് ഭയം കൂടി വന്നു. ഹാർട്ട് ബീറ്റ് വരാൻ തുടങ്ങി. ആ ഹാർട്ട് ബീറ്റ് എന്ന് പറയുമ്പം ഒരു മനുഷ്യനിൽ നിന്ന് സ്വാഭാവിക രീതിയിൽ വരുന്ന ഹാർട്ട് ബീറ്റ് അല്ല, വല്ലാത്ത ഹാർട്ട് ബീറ്റാണ്. ഒരു പക്ഷേ ഓൾഡ് മാന് മനസ്സിലായി കാണും അയാളുടെ മരണം അടുത്തു എന്ന്. അല്ലെങ്കിൽ ഈ അറ്റൻഡറുടെ ഭ്രാന്തമായ ചിന്താഗതിയിൽ കേൾക്കുന്ന വല്ലാതെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഹൃദയം പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ഹൃദയമിടിപ്പായിട്ട് അയാൾക്ക് തോന്നുന്ന രീതിയിൽ അത്രത്തോളം ശബ്ദത്തിൽ ചിലപ്പോൾ അയാൾക്ക് ഭ്രാന്തമായി തോന്നുന്നതായിരിക്കാം. നമ്മളൊരു വലിയൊരു തെറ്റ് ദുഷ്കൃത്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലെ ഒരു ചിന്താഗതി ടെറിഫിക്കായ അല്ലെങ്കിൽ ഒരു ഹൊറിഫിക്കായ ഒരു ചിന്താഗതിയിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ഭീതിയായിരിക്കാം. അല്ലെങ്കിൽ ആ ഓൾഡ് മാൻ ഒരു പക്ഷേ അയാൾ മരണമെടുത്തു എന്ന് തോന്നിയപ്പോൾ അയാൾക്കുണ്ടായ ഭീതിയായിരിക്കാം. അതിലുപരി ഇയാളുടെ അബ്നോർമൽ, അതായത് അറ്റൻഡറുടെ അബ്നോർമൽ ചിന്താഗതിയിൽ അയാളെ വല്ലാതെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ആ ഹാർട്ട് ബീറ്റ് ഉയർന്നു വന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത ശബ്ദമായിട്ട് നമുക്ക് എവിടെ നോക്കിയാലും ശബ്ദമാണ്. അപ്പോൾ അയാൾക്ക് അറ്റൻഡർക്ക് പേടിയായി. കാരണം ഇനി ഈ ശബ്ദമെങ്ങാനും അയൽക്കാർ കേട്ടാലോ, നൈബേഴ്സ് കേട്ടാലോ എന്ന് പേടിയായി എന്നതിലുപരി അയാളുടെ ഒരു നെർവസാണ് എന്നതിലുപരി അയാളെ കൊല്ലണം. ഇനി നൈബേഴ്സും കൂടെ കേട്ടാലോ എന്ന് ഇയാൾക്ക് തോന്നി. അപ്പോൾ ഓൾഡ് മാൻ്റെ മരണം അടുത്തു എന്ന് ഇയാൾ മനസ്സിലാക്കി. ഇയാൾ നേരെ ആ ലാൻറ്റേണുമായി ഓൾഡ് മാൻ്റെ മുറിയിലേക്ക് ചാടിക്കയറുന്നു. ഓൾഡ് മാനെ പിടിച്ച് നിലത്തോട്ടിടുന്നു. എന്നിട്ട് ആ ബെഡ് ഓൾഡ് മാൻ്റെ മേലോട്ട് വെക്കുന്നു. ഓൾഡ് മാൻ ഒരിക്കൽ മാത്രമേ ഷ്രീക്ക് ചെയ്തുള്ളൂ, പ്രൊട്ടസ്റ്റ് ചെയ്തുള്ളൂ. കാരണം ഓൾഡ് മാൻ അത്രയും ആരോഗ്യമുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞിട്ടും അയാളുടെ ഹാർട്ട് ബീറ്റ് അവിടെ തുടരുന്നുണ്ടായിരുന്നു. പിന്നീട് ആ ബെഡ് മാറ്റി അറ്റൻഡർ നോക്കുമ്പോൾ ഓൾഡ് മാൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അയാൾക്ക് പൾസേഷൻ ഇല്ല. അപ്പോൾ അയാൾ മരിച്ചു എന്ന് ഉറപ്പാക്കി. അങ്ങനെ ഓൾഡ് മാനെ അറ്റൻഡർ കൊന്നു. അതിനുശേഷം നമുക്ക് കാണാം ഈ കൊന്നതിന് ശേഷം ഇയാളുടെ ജഡം എന്ത് ചെയ്തെന്ന്. അയാൾ ജഡം വളരെ കോഷ്യസായി, വളരെ ശ്രദ്ധയോടെയാണ് മറച്ചത് എന്നാണ് അയാൾ പറയുന്നത്. അതായത്
If still you think me mad, you will think so no longer when I describe the wise precautions I took for the concealment of the body. The night waned, and I walked hastily, but in silence. First of all, I dismembered the corpse. I cut off the head and the arms and the legs. I then took up 3 planks from the floorings of the chamber and deposited all between the scattlings. I then replaced the board so cleverly, so cunningly, that no human eye, not even his, could have detected anything wrong. There was nothing to wash out, no stain of any kind, no blood spot whatever. I had been too wary for that. A tub had caught all. Haha. അപ്പം അയാൾ പറയുന്നുണ്ട് അയാൾ വളരെ സൂക്ഷ്മമായിട്ട് ഈ ജഡത്തിലെ തലയും കൈയും കാലുമെല്ലാം കട്ട് ചെയ്തു. എന്നിട്ട് ഇവരുടെ ഫ്ലോറിൻ്റെ അടിയിൽ, അതായത് ടൈൽസൊക്കെ ഉള്ള ഫ്ലോറിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലുമുള്ള പ്രതലത്തിൻ്റെ അടിയിൽ ആ ഫ്ലോറിൻ്റെ പ്ലാങ്ക്സ് മാറ്റിയിട്ട്, അതായത് മേൽഭാഗം മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ജഡം, മുറിച്ച് വെച്ച ജഡം കയറ്റി വെച്ചിട്ട് ഫ്ലോറ് പഴയ രീതിയിലാക്കി. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ടൈലൊക്കെ ഇട്ടൊരു പ്രതലമാണെങ്കിൽ ആ ടൈലെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഹോള് പോലത്തെ സ്ഥലത്തേക്ക് ഈ ജഡം വെച്ചിട്ട് മേലെ ആ ടൈലെടുത്ത് വെക്കണം. അതായത് ഫ്ലോറ് അതിൻ്റെ ഉള്ളിലെ പ്ലാങ്ക്സ് എടുത്തിട്ട് ജഡം അതിൻ്റെ ഉള്ളിൽ വെച്ചു, എന്നിട്ട് ഫ്ലോറ് ക്ലോസ് ചെയ്തു. അപ്പോൾ ആരും നോക്കിയാലും ആരും കരുതാൻ പോകുന്നില്ല ഇതിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ നിലത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന പ്രതലത്തിൻ്റെ താഴെ ഒരു ശവശരീരം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആരും കരുതാൻ പോകുന്നില്ല. ഒരുപക്ഷെ മരിച്ച ആൾ പോലും ഇത് കണ്ടുപിടിക്കില്ല എന്നൊക്കെ വളരെ ധൈര്യസമേതം അയാൾ പ്രസ്താവിക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രവർത്തികളൊക്കെ കഴിഞ്ഞു പോയി, ഒരു സ്റ്റെയിനും ഇല്ല, ആർക്കും ഒരു സംശയമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇറ്റ് വാസ് 4 o'clock, സ്റ്റിൽ ഡാർക്ക് as midnight. 4 മണിയായി, പക്ഷേ ഇപ്പോഴും പാതിരാത്രി പോലെ ഡാർക്കാണ്, ഇരുട്ടാണ്. അപ്പോഴാണ് ഇയാളുടെ ഡോറിലെ ബെല്ല് അടിക്കുന്നത്. ബെല്ല് സൗണ്ട് ചെയ്തു. ഒപ്പം ആരോ ഡോറ് നോക്ക് ചെയ്യുന്നുണ്ട്. സോ അയാൾ മേലെ നിന്ന് താഴോട്ട് പോയി. ഓൾഡ് മാൻ മേലെ നില എന്ന രീതിയിലാണ്. അയാൾ താഴോട്ട് പോയി. എന്നിട്ട് വാതിൽ തുറന്നപ്പോൾ അയാൾ കാണുന്നത് there entered 3 men who introduced themselves with perfect suavity as officers of the police. 3 പേര് താഴെ നിൽക്കുന്നുണ്ട്. 3 പേര് സ്വയം പോലീസാണെന്ന് ഇയാളെ ഇൻഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഈ പോലീസുകാർ വന്നിട്ട് ഇയാളോട് പറയുന്നുണ്ട്, അതായത് a shriek had been heard by a neighbor during the night. Suspicion of foul play had been aroused. Information had been lodged at the police office and they had been deputed to search the premises. നൈബേഴ്സ്, അയൽവാസികൾ വല്ലാത്തൊരു ശബ്ദം, ഒരു ഷ്രീക്ക് കേട്ടു എന്ന് പോലീസ് പരാതിപ്പെട്ടു. അത് കേട്ടാണ് ഈ ഒരു സമയത്ത് പോലീസ് ചുറ്റുപാട് അന്വേഷിക്കാനായി വന്നത്. സോ ഇയാൾ പൂർണ്ണ കോൺഫിഡൻസിൽ പോലീസുകാരെ ഉള്ളിലോട്ട് ക്ഷണിക്കുന്നു. I smiled for what I had to fear. I bade the gentleman welcome. The shriek I said was my own in a dream. The old man I mentioned was absent in the country. I took my visitors all over the house. I bade them search well. I led them at length to his chamber. I showed them his treasures, secure, undisturbed. In the enthusiasm of my confidence, I brought chairs into the room and desired them here to rest from their fatigues, while I myself, in the wild audacity to my perfect triumph, placed my own seat upon the very spot beneath which I reposed the corpse of the victim. അപ്പം ഇയാൾ വളരെ ധൈര്യം അഭിനയിച്ച്, അയാൾക്ക് അപ്പോൾ കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു. ആ പോലീസുകാരെ ഉള്ളിലോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നോക്കുന്ന ഓൾഡ് മാൻ ഇപ്പോൾ ഇവിടെ ഇല്ല, അയാൾ ഈ സ്ഥലത്തില്ല, ഇപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചിട്ട് ഈ ഓൾഡ് മാൻ അടുക്കിയിരിക്കുന്ന ആ ചേംബറിൽ തന്നെ അവർ കൊണ്ടുവന്നു. അത്ര കോൺഫിഡൻസിലാണ് ഇയാൾ ചെയ്യുന്നത്. എന്നിട്ട് അവരെ വെൽക്കം ചെയ്ത് അവിടെ ഇരുത്തുന്നു. ഒപ്പം ഈ ശവത്തെ വെച്ചിരിക്കുന്ന ആ പ്ലേസിൻ്റെ മേലെ തന്നെ ഇയാളൊരു ചെയർക്കിട്ട് അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. ഒരു പേടിയില്ല, ഒരു സംശയത്തിനും ചാൻസ് ഇല്ല എന്നൊക്കെ സ്വയം കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പം the officers were satisfied. My manner had convinced them. I was singularly at ease. They sat, and while I answered cheerily, they chatted familiar things. But ere long, I felt myself getting pale and wished them gone. My head ached, and I fancied a ringing in my ears. But still they sat and still chatted. The ringing became more distant. It continued and became more distant.
I talked more freely to get rid of the feeling, but I continued and gained testiveness until at length I found that the noise was not within my ears. അപ്പം ഇയാൾ നല്ല രീതിയിൽ സംസാരിച്ചു. ഓഫീസേഴ്സും അവരെ പരസ്പരം സംസാരിക്കുന്നു, മൂന്നുപേരും പരസ്പരം എന്തോ ഫെമിലിയറായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ അവരവിടെ കൂടുതൽ നേരം ഇരിക്കും തോറും ഇയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുകയാണ്. ഇയാൾ ഇവരൊന്ന് ഇറങ്ങിപ്പോരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇയാളുടെ ചെവിക്കുള്ളിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒപ്പം എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇയാളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. No doubt I now grew very pale, but I talked more fluently and with a heightened voice. As the sound increased, and what could I do? It was a low, dull, quick sound, much such a sound as the watch makes when enveloped in cotton. I gasped for breath, and yet the officers heard it not. I talked more quickly, more vehemently, but the noise steadily increased. I arose and argued about trifles in a high key and with violent gesticulations, but the noise steadily increased. Why would they not be gone? I paced the floor to and fro with heavy strides, as if excited to fury by the observation of the men, but the noise steadily increased. Oh God, what could I do? I foamed, I raved, I swore. I swung the chair upon which I had been sitting and grated it upon the boards, but the noise arose over all and continually increased. It grew louder, 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 and still the men chatted pleasantly and smiled. Was it possible they heard not? Almighty God, no, no, they heard. They suspected, they knew. They were making a mockery of my horror. This I thought, and this I think. But anything was better than this agony. Anything was more tolerable than this derision. I could bear those hypocritical smiles no longer. I felt that I must scream or die. And now again, hark, louder, 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 louder. Villains! I shrieked. Dissemble no more. I admit the deed. Tear up the planks. Here, here. It is the beating of this hideous heart. അപ്പം നമുക്ക് ശരിക്കും അയാളുടെ മെൻ്റൽ ആക്കണി കാണാൻ സാധിക്കും. അതായത് അയാൾ ഈ പോലീസുകാരോട് കൂടുതൽ നേരം ഇരുന്നവർ പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ ഇയാളുടെ ഉള്ളിലെ ഭയം, കുറ്റബോധം അതൊരു ശബ്ദമായി ഇയാളെ വേട്ടയാടുന്നു. ഇയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ആ ശബ്ദം ഇയാളെ ഇല്ലാതാക്കുന്നവർക്ക് തോന്നുന്നു. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇയാൾ പോലീസുകാരെ നോക്കുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചിരിക്കുന്നുണ്ട്. ഇയാളും വളരെ ഫ്ലുവൻ്റ്ലി അവരോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഇയാളെ വേട്ടയാടുന്നു. അവസാനമാകുമ്പോൾ അയാൾക്ക് തികച്ചും എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇയാളെ കാർന്ന് തിന്നുന്നവർക്ക് തോന്നുന്നു. അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു ചിന്ത വരുവാണ്, മേ ബി ഈ പോലീസുകാർക്കെല്ലാം അറിയാം, അവർ ചുമ്മാ എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അവർ കേട്ടു, ഞാൻ അയാളെ കൊല്ലുന്ന ശബ്ദം കേട്ടു, അവർ ഞാൻ കുറ്റവാളിയാണെന്ന് ഉറപ്പായിട്ടാണ് ഇവരിവിടെ വന്നത്. അങ്ങനെയൊക്കെ ഒരു തോട്ട് അയാൾക്ക് വരികയാണ്. അപ്പം അയാൾക്ക് പറ്റുന്നില്ല അവിടെ കൂടുതൽ നേരം നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ പോലീസുകാർ പോകുന്നില്ല, അവരാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നു. പക്ഷേ ഇനി അവർ അഭിനയിക്കുന്നതാണോ, ഞാനൊരു കുറ്റവാളിയാണെന്ന് ഇവർക്ക് അറിയാവോ എന്നൊക്കെ തോട്ട് ഇയാൾക്ക് ഇല്ലാതാക്കുന്നു. ഇയാളെ വല്ലാത്ത ഭ്രാന്തമായ അവസ്ഥയിലെത്തിക്കുകയാണ്. അയാൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് വല്ലാതെ കുറ്റബോധം എല്ലാം വേട്ടയാടുന്നുണ്ട്. കുറ്റബോധം എന്നതിലുപരി നമുക്കിവിടെ അയാൾ ആ തെറ്റ് ചെയ്തു, അത് അയാളെ വേട്ടയാടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ചെയ്ത തെറ്റ് അയാളെ വല്ലാതെ വേട്ടയാടുന്നു. ഒപ്പം ഈ പോലീസുകാരുടെ പരസ്പരമുള്ള സംസാരവും അവരുടെ ചിരിയും എല്ലാം കൂടി കേൾക്കുമ്പോഴേക്ക് ഭ്രാന്താവുന്നു. സോ അയാൾക്കിനി ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അയാൾ സ്വയം പറയുന്നു. പോലീസുകാരൊന്നും ചോദിച്ചിട്ടില്ല, അവർക്കൊരു സംശയം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇയാളുടെ ഉള്ളിലെ അയാളുടെ മെൻ്റൽ ആഗണി, അയാളുടെ മാനസികാവസ്ഥ അവസാനം വേറൊരു രക്ഷയുമില്ലാഞ്ഞിട്ട് അയാൾക്ക് ജീവിക്കണമെങ്കിൽ, അയാൾക്ക് അവിടെ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ, സർവൈവ് ചെയ്യണമെങ്കിൽ ആ ചെയ്ത കാര്യം തുറന്ന് കാണിച്ചേ പറ്റുള്ളൂ എന്നൊരവസ്ഥയിലെത്തുന്നു. അയാളെ വേട്ടയാടുന്ന ശബ്ദങ്ങളും ചിന്തകളും ഇല്ലാതാക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നു. അയാൾ നിന്ന സ്ഥലത്ത് തന്നെ ഇവിടെയാണ് ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന രീതിയിൽ കാണിച്ചു കൊടുക്കുന്നു. അതോടെ ഷോർട്ട് സ്റ്റോറി അവസാനിക്കുന്നു. അതായത് വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആ ഓൾഡ് മാനെ കൊല്ലുന്നു. ആ കൊന്നതിൻ്റെ ആ ഒരു ചെയ്ത ഡീഡ് അയാളെ വല്ലാതെ വേട്ടയാടുന്നു. അയാൾ അവസാനം വേറൊരു പ്രതിവിധിയില്ലാതെ അയാൾക്കൊന്ന് നിലനിൽപ്പിനായുള്ളത് കാണിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഈ ശബ്ദങ്ങളും അയാളുടെ ചിന്തകളും ഒരുപക്ഷെ അയാളെ കൊന്നുകളഞ്ഞേക്കാം. ശരിക്കും അയാൾ കൊന്നതിൻ്റെ റീസണും വളരെ അബ്നോർമലാണ്. ആ വൾച്ചറായി ഒരു കഴുകനെ പോലുള്ള കണ്ണുകൾ കണ്ടിട്ടാണ്, വേറൊരു പ്രകോപനവും ഇല്ലാതെ കണ്ണുകൾ കണ്ട് മാത്രമാണ് ഇയാൾ കൊല്ലാൻ ശ്രമിച്ചത്. ഇന്ന്
അയാൾ ആ കൊന്ന കാര്യം തുറന്ന് പറഞ്ഞതും മറ്റൊരു പ്രകോപനവുമില്ലാതെ അയാളുടെ ഇന്നർ സെൽഫ്, അയാളുടെ സ്വയം ചിന്തകൾ ഇല്ലാതാക്കുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് അയാൾ തുറന്നു കാണിക്കുന്നതും. അതായത് ഹ്യൂമൻ ലൈഫിനും എത്തിക്സിനും ഒന്നും ഒരു വിലയും കൊടുക്കാതെ അയാൾ കൊന്നു. അതിനുശേഷം ആ കൊന്ന ഒരിത് അയാളെ വേട്ടയാടുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെയാണ് ഡെത്ത് ഇയാളെ ഓവർഷാഡോ ചെയ്തത് എന്ന്. അതായത് ആ ഓൾഡ് മാൻ മരിച്ചു, പക്ഷേ ആ ഓൾഡ് മാൻ മരിച്ചത് അയാളുടെ ആ ഓർമ്മ ആ സ്പീക്കറിലൂടെ, നറേറ്ററിലൂടെ പിന്നെയും ജീവിക്കുന്നു. ആ കോപ്സ് വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നറേറ്റർ ജീവനുള്ള ഒരാളാണ്, പക്ഷേ അയാൾ ഡെഡായിപ്പോയി. മീൻസ് അയാളുടെ ചിന്താഗതികൾ മരിച്ചുപോയി. അയാൾക്ക് വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അയാളൊരു മരിച്ച പ്രതീതി അനുഭവപ്പെടുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് അയാളുടെ മെൻ്റൽ ഹെൽത്ത്, അയാളുടെ മാനസിക ആരോഗ്യം, അല്ലെങ്കിൽ റിയാലിറ്റിയും അയാളുടെ ചിന്താഗതിയും, മീൻസ് ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിലുള്ള ബാലൻസ് അയാൾക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ വാല്യൂസ്, എത്തിക്സ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന്, എങ്ങനെ അയാൾക്ക് കണ്ടംപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്ക് എങ്ങനെയാണ് ഗിൽറ്റ്, കുറ്റബോധം ഉണ്ടായത്, അല്ലെങ്കിൽ അയാൾ അറിയാതെ തന്നെ, അയാൾ കോൺഷ്യസ് ലെവൽ അല്ലെങ്കിൽ തന്നെ, അയാൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും അയാളുടെ സബ് കോൺഷ്യസ്നെസ്സിൽ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ലെവലിൽ എങ്ങനെ കുറ്റബോധം ഉണ്ടായി എന്ന് ഒക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു. ഒപ്പം ഒത്തിരി റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അതായത് ആ ഓൾഡ് മാൻ്റെ ഇപ്പോൾ വളരെ പഴയതാണെങ്കിൽ പോലും അയാൾ താമസിക്കുന്ന ആ ഹോമിൻ്റെ സാൻറ്റിറ്റി, നമുക്ക് ഒരു വീടെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന സേഫ് ഫീലിംഗ്, വാം, കംഫർട്ട്നെസ് എല്ലാം ബ്രേക്ക് ആകുന്നു. ഒപ്പം ആ ഓൾഡ് മാനിന്, ആ വയോധികന് ഈ അറ്റൻഡറിലുള്ള ഒരു ആശ്രയം ഇല്ലാതാവുന്നു. ഓൾഡ് മാൻ വളരെ നല്ലതായിട്ടാണ് പെരുമാറിയത്, എന്നിട്ടും ഒരു കണ്ണുകൾ കൊണ്ട് മാത്രം പ്രകോപനപരമായ രീതിയിലാവുന്നു, എത്തിക്സ് ഇല്ലാതാവുന്നു, മൊറാലിറ്റി ഡിസ്ക്വാളിഫൈഡ് ആവുന്നു. ഒപ്പം അവിടെ ഭ്രാന്താണ് റൂൾ ചെയ്തത്, മാഡ്നെസ് ആണ് റൂൾ ചെയ്തത്. മാഡ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് അൺആക്സെപ്റ്റഡ് അബ്നോർമൽ ബിഹേവിയർ ആയിട്ട് കാണാൻ സാധിക്കും. സോ ഇവിടെ മെൻ്റൽ ഹെൽത്ത് വല്ലാതെ മാറ്റേഴ്സാണ്. ഒപ്പം ഇതിൽ സിമ്പിൾസായ ഫയർ കാണാൻ സാധിക്കും. അതായത് ഇവരിരിക്കുന്ന ചേംബറിൽ അവിടെ ഫയർ കത്തിച്ചിട്ടുണ്ട്, അതായത് ചൂടാവാൻ എന്ന രീതിയിൽ തീ കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാം ഇംപ്യൂരിറ്റീസിനെയും ബേൺ ചെയ്യുന്നതായിട്ട് കണക്റ്റ് ആക്കാം. ഒപ്പം അവിടുത്തെ പെയ്യുന്ന ഈ രാത്രിയിൽ അവിടെ മഴയുണ്ടായിരുന്നു. ആ റെയിനും ലൈറ്റും വാച്ചും ഹാർട്ട് ബീറ്റും ബെഡ്റൂമും ഓൾമാൻ്റെ ഐയും എല്ലാം സിമ്പിൾസായിട്ട് കാണാൻ സാധിക്കും. ഒപ്പം ഈവൻ ഇഫ് വി മേക്ക് എ ക്രൈം, വൺ ഡേ ഇറ്റ് വിൽ കം ഔട്ട്. നമ്മളൊരു ക്രൈം ചെയ്താൽ ഒരു ദിവസം അത് പുറത്ത് വരും. മേ ബി നമ്മളുടെ ഗിൽറ്റ് വഴിയായിട്ടും, ഇപ്പോൾ നമ്മുടെ കോൺഷ്യസ് ലെവലില്ലേ പോലും സബ് കോൺഷ്യസായ ഗിൽറ്റ് വഴിയായിട്ടും, അല്ലെങ്കിൽ സത്യത്തിൻ്റെ മുഖം എന്ന രീതിയിലും എല്ലാം വരുമെന്ന ഒരു മോറൽ ലെസൺ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഷോർട്ട് സ്റ്റോറിയിൽ. ഫിഗേഴ്സ് ഓഫ് സ്പീച്ചായ മെറ്റഫർ ഉണ്ട്, സിമിലി ഉണ്ട്, റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്, അലിട്രേഷൻ, അയേർണി, പെർസോണിഫിക്കേഷൻ, ഹൈപ്പബോൾ എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. ഒപ്പം ആ അറ്റൻഡറിൻ്റെ ലോൺലിനെസ്, സോളിറ്റ്യൂഡ്, ഒപ്പം പീസ്, സൈലൻസ്, അതൊക്കെ നമുക്ക് പല രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റും, മെറ്റഫോറിക്കലി കണക്ട് ചെയ്യാൻ പറ്റും. അതായത് അവിടെ 3 കോപ്സ് വന്നെങ്കിലും 3 പോലീസ് ഉണ്ടെങ്കിലും അയാൾക്ക്, നമ്മുടെ അറ്റൻഡർക്ക് അവിടെ ഒരു ലോൺലിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. അവർ പരസ്പരം ചിരിക്കുന്നവണക്കും അവർ പരസ്പരം സംസാരിക്കുന്നവണക്കാണ് എനിക്ക് തോന്നുന്നത്. അയാളും അവിടെ പോലും അയാൾ ഏലിയനേറ്റഡ് ആവുന്നു. മീൻസ് അയാളുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിതെല്ലാം കണക്ട് ചെയ്യാം. ഒപ്പം നറേറ്റർ പറയുന്നുണ്ട്, ഹി ട്രൈസ് ടു പ്രൂവ് ദാറ്റ് ഹെർ ഈസ് ഇൻസെയിൻ. ഒപ്പം ബട്ട് ഹി ഈസ് ട്രൈങ് ടു പ്രൂവ് ദാറ്റ് ദ ഹോൾ സ്റ്റോറി ഈസ്, ഹോൾ സൊസൈറ്റി ഈസ് ഇൻസെയിൻ. പുള്ളി ഇൻസെയിൻ ആണെന്ന് പറയുന്നില്ല, പകരം സൊസൈറ്റിയാണ് ഇൻസെയിൻ എന്ന രീതിയിലാണ് പുള്ളിയോടെ പറയുന്നത്. ഒപ്പം ഇൻസെയിൻ ആയ ഒരു മനുഷ്യന് ലോജിക്കില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അയാൾക്കൊരിക്കലും ഒരു പ്ലോട്ട് കണ്ടംപ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് ഒരു രീതിയിലും എവിഡൻസിനെ സ്മാർട്ട്ലി ഇല്ലാതാക്കാൻ പറ്റില്ല. ഇല്ലാതാക്കിയാൽ തന്നെ അയാൾക്ക് അങ്ങനെ രീതി നിലനിൽക്കാൻ പറ്റില്ല. അയാൾ തുറന്ന് കാണിക്കാതെ വേറൊരു വഴിയില്ലാതെ വരുന്ന അവസ്ഥ നമുക്ക് കാണാം. ഒപ്പം ഈ ഷോർട്ട് സ്റ്റോറിയിൽ നമുക്ക് കുറേ റാൻഡം തിങ് മെൻഷൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതായത് ഐസ് ഓഫ് ദ ഓൾഡ് മാൻ, വാച്ച്, ഷാഡോസ് ഒക്കെ കാണാം. ഇതെല്ലാം വളരെ ഒരു മിസ്റ്റോറിക്കൽ, ഒരു നിഗൂഢ രീതിയിൽ കഥ മെനഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എഡ്ഗർ അലൻ പോയി സഹായിച്ചിട്ടുമുണ്ട്. സോ എല്ലാ രീതിയും നോക്കിയാലും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒത്തിരി മെസ്സേജസ് നൽകുന്ന ഒരു ഷോർട്ട് സ്റ്റോറി, ഒരു മിസ്റ്റോറിക്കൽ ഹൊറിഫിക് ഷോർട്ട് സ്റ്റോറി തന്നെയാണ് എഡ്ഗർ അലൻ പോയുടെ ടെൽ ടെയിൽ ഹാർട്ട്.